ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡ്. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടക്കട്ട മക്കളെ, ഇംഗ്ലീഷും മലയാളം ഒക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട അല്ലേ. അപ്പോൾ ഇന്നലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം തുടർന്നും നമ്മളെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളെ ചെറുപ്പകാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കണ്. ഇനിയും കഥ പറയണമെന്ന് പറഞ്ഞോലുണ്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞ കാലം ഇനി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളും നടന്നിക്കണ് ആ ഒരു കാലം ഇഷ്ടം ഇനി തിരിച്ചു വരൂല എന്ന് പറഞ്ഞിക്കണ്. പിന്നെ ഇപ്പം പണ്ടത്തെ മാതിരിയൊന്നുമല്ല, ഇപ്പം അവനാങ്കാരിയാണ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് മെസ്സേജുകളും ഒക്കെ നമുക്ക് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കുറച്ചും കൂടിയൊക്കെ പറയല്ലേ പഴയ കാര്യങ്ങൾ. അപ്പം ഇനി കല്യാണത്തിന് തുടങ്ങാം. നമ്മളയലോകത്ത് കൂടെയൊക്കെ കല്യാണം ഉണ്ടാവില്ലേ, ആ കല്യാണത്തിന് നമ്മൾ മാറ്റി ഒരുങ്ങി പോകും. ഇഞ്ഞിട്ട് തലേന്നൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. തലേന്ന് വെച്ചാൽ അന്ത്യക്കാരല്ലോ. അപ്പം നമുക്ക് മുടിയൊക്കെ കുറച്ചേ ഉള്ളതിനിട്ട് അന്ന്. അപ്പം നമ്മൾ എന്താട്ടെന്നറിയാം, ആ മുടിക്ക് പകരം കറുത്ത ഷാളില്ലേ, ആ കറുത്ത ഷാള് ആ ഇല്ല മുടിമ്പലാണ് വെച്ചിട്ട് പിരിച്ച് ഇങ്ങനെ ഇട്ടുകാണ്ടേ ഒരു ബണ്ണോ ഡബ്ബറോ ക്ലിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തുട്ടോ. എന്നിട്ട് പിന്നെ മുടിൻ്റെ മാതിരി ആക്കും. എന്നിട്ട് പിന്നെ നമ്മളെന്താട്ടും ഒരു ഷാളാണ്ട് ഇടും. എന്നിട്ട് മുടി ഇങ്ങനെ പുഴച്ച് നടക്കും. എന്നിട്ട് ഇങ്ങനെ മുടി ആട്ടിക്കൊണ്ട് നടക്കും കേട്ടോ. അന്ന് കണ്ടുകൊണ്ടിരുന്ന ഓലും പൊട്ടത്തിയാളാണ്, ചെയ്ത നമ്മളും പൊട്ടത്തിയാളായിട്ടോ. എന്നാൽ അത് മുടിയാണ് അല്ലേന്നല്ല ഓല് തൊട്ട് നോക്കിയതൊന്നുമില്ല, കണ്ട് ഓലും വിചാരം മുടിയെന്ന് തന്നെ. പിറ്റേന്ന് നേരം വെളുത്ത് കല്യാണത്തിന് വരുമ്പോൾ പിന്നെ ആ മുടി പറ്റൂലല്ലോ, ഷാളാണെന്ന് അറിയില്ല. അപ്പം എന്നിട്ട് അപ്പോൾ നമ്മളോട് ചോദിച്ചു, നിങ്ങളെ മുടി എന്തേ കാട്ടിയത്? മുടി ഇന്നലെ നല്ലോ മുടി ഉണ്ടായിരുന്നില്ല, ഇന്ന് എന്തേ മുടി വെച്ചിട്ടോ. നമ്മളെ മയക്കത്തെ പൊട്ടത്തി കുട്ടികളാണ് ചോദിച്ചാൽ. അപ്പോൾ നമ്മളറിയേ അത് ഞങ്ങൾ മുറിച്ച് ആ മുടിയാണ് മുറിച്ചിക്കാണ് അറിയട്ടോ. അങ്ങനെ ഒരിതുണ്ടേനി. പിന്നെ പിറ്റേന്ന് നമ്മൾ കല്യാണത്തിന് ഒക്കെ മാറ്റി പുറപ്പെട്ടതിൻ്റെ സുന്ദരിയാളായിട്ട് വരും. എന്നിട്ട് നമ്മൾ പുതുക്കൊക്കെ ഉണ്ടല്ലോ, പുതുക്കൊന്നും പറയേണ്ടി വരില്ല, വണ്ടി കയറും ജീപ്പിൽ എല്ലാവരും പാടെ വണ്ടിയാണ് കയറും. എന്നിട്ട് പിന്നെ ആ പുതിയണ്ണിനെ നോക്കി അങ്ങനെ നോക്കിക്കോ, മുഖത്തേക്ക് ചുരുക്കുണ്ടോ നോക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മളെന്താട്ടും ഓലെ സാരിയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കും, പാൽസാരം ഉണ്ടോ, കാലുമ്മ സ്വർണ്ണ പാൽസാരം ഉണ്ടോ. അന്നൊക്കെ സ്വർണ്ണ പാൽസാരമൊക്കെ എല്ലാ പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടേനിയോ. എന്നിട്ട് അതുണ്ടോ നോക്കാം. കല്യാണപ്പേരിയിലൊക്കെ ചെന്നാൽ നമുക്കില്ല പണി എല്ലാവരും ചുരിദാറും ഇങ്ങനെ പാൻറ്റ് ഇങ്ങനെ പൊന്തിച്ച് നോക്കും, പാൽസാരം ഉണ്ടോ എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിനി. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോയപ്പോഴേ അവിടെ അയലോക്കത്ത് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഒരു പരിയിൽ ഒരു മാങ്ങമൂച്ചി ഉണ്ടാവും. ആ മാങ്ങമൂച്ചിമ്മ നല്ല രസമുള്ള ഒരു ആപ്പിൾ മാങ്ങയാട്ടോ ഉണ്ടാവുക. നല്ല രസമാണ് അത് തിന്നാൻ, നല്ല മധുരമാണ്, ആപ്പിളൊന്നും പോലെയാണ്. എന്നിട്ട് നമ്മളെന്താട്ടിന്നറിയാം, അത് ചോട്ട് ചാടിയത് ഉണ്ടാക്കാൻ വേണ്ടി പോയിക്കാണ്. മാങ്ങമൂച്ചിമ്മ നിറച്ച് മാങ്ങയാണ്. നമ്മളെന്താട്ടി, ഞങ്ങൾ മൂന്നാളും ഓരോ മാങ്ങയാണ് പറിച്ച് ഞങ്ങളാണ് മണ്ടി. അതവിടുത്തെ വേലക്കാരത്തി കണ്ട്. വേലക്കാരത്തി ഞങ്ങളെ കുടുംബക്കാരത്തി തന്നെയാണ് കേട്ടോ. അടച്ച തമ്പുരാനെ, ഞങ്ങളെ വീത്താല മണ്ടി വരിക മൂപ്പത്തേര് ആ മാങ്ങക്ക്. ഞങ്ങൾ മാങ്ങി കൊണ്ടൊരു ഒറ്റ പാഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ ഫസീലും ജസ്റ്റിന് എന്താട്ടി ആ മാങ്ങ എറിഞ്ഞു കൊടുത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ആ കിട്ടിയതും കൊണ്ട് പിന്നെ ഞങ്ങളെന്താട്ടി, ഞാൻ എറിഞ്ഞു കൊടുത്തൊന്നുമില്ല, ഞാൻ ആ കജ്ജ് പിടിച്ചു. പിന്നെ ഞങ്ങൾ മൂപ്പത്തേര് പിന്നെ ഞങ്ങളെ എത്തൂലെന്ന് കണ്ടപ്പോൾ മൂപ്പത്തേര് ആ കിട്ടിയ മാങ്ങിക്കൊണ്ട് മൂപ്പത്തേരാണ് പോയിട്ടോ. അത് കഴിഞ്ഞാണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കല്യാണം ഉണ്ടായിനി. ആ കല്യാണത്തിന് മൂപ്പത്തേര് വന്ന് നമ്മളത് കണ്ടപ്പം നമ്മളെന്താട്ടിന്നറിയാം, മൂപ്പത്തേരെ കണ്ടപ്പോൾ വേഗം ഒളിച്ചെന്ന്. എത്ര വലിയ കണ്ടാൽ നമ്മൾ ഒളിച്ചിക്കണത്. പിന്നെ നമ്മളെന്താട്ടിന്നറിയാം, പുറത്തൊക്കെ വന്ന് മൂപ്പത്തേര് അറിഞ്ഞേ ഇവലില്ലേ സ്കൂളിട്ട് പോന്നപ്പോഴേ ഞാൻ നിൽക്കണ ആ പെരീത്ത മാങ്ങ പറിച്ച് എന്നിട്ട് പിന്നെ ഓല് പിന്നെ രണ്ടാൾക്കാർ മാങ്ങ എറിഞ്ഞ് മറ്റൊരു എറിഞ്ഞെന്നില്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മാങ്ങ നല്ല പൂതിയോണ്ടല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടോ. അത് പിന്നെ അങ്ങനെയുണ്ട് കഴിഞ്ഞ്. അങ്ങനെ മക്കളെ എന്തെല്ലാം കാര്യങ്ങളാ. പിന്നെ അങ്ങോട്ട് സ്കൂളിട്ട് വരുമ്പോൾ മുല്ലപ്പൂ കാലൊക്കെയാണ് ചെക്കി, എത്രക്കാനും മുല്ലപ്പൂ ഉണ്ടാവോ. അത് മുഴുവനൂനും പൊറുക്കിക്കൊണ്ടുവരും. എന്നിട്ട് പിന്നെ നമ്മളെന്താട്ടും, നമ്മളെ മുറ്റത്ത് ഇങ്ങനെ പായി കിടക്കണ കാണുമ്പോൾ നമുക്കൊരിഷ്ടമല്ലേ. എന്നിട്ട് നമ്മളെന്താട്ടെന്നറിയാം,
ആ മുല്ലപ്പൂവ് ഒരു മുരിക്കിൻ്റെ മരം ഉണ്ടാവും കേട്ടോ. അതേമാതിരി ഈച്ച ഉണ്ടാവണ ഒരു മരം ഉണ്ട്, അന്ന് നമ്മൾ മരത്തുണ്ടാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇടും. എന്നിട്ട് ആ ഇരമരൊക്കെ തങ്ങി നിൽക്കും കേട്ടോ മേലെ. എന്നിട്ട് കുറേ ചോട്ടിടും. എന്നിട്ട് അയലോക്കത്തെ പെരി ചെന്ന് പറയും ഞങ്ങളോട് ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ടായിക്കണ് വന്ന് കണ്ട് പൊറുക്കിക്കൂളി അറിയും. അതിൻ്റെ പാവങ്ങൾ വന്ന് പൊറുക്കിക്കണ്ട് അറിയും. എത്ര കാനുണ്ട് ഇതൊക്കെ എവിടുന്ന് എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ വള്ളി എടുത്തു ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു വള്ളിയെ കുറേ വള്ളി പടർന്നിട്ട് ഞങ്ങൾ വെട്ടിയിട്ടാണ്. എങ്ങനെ ഉണ്ട് പറഞ്ഞ് നമ്മളും പൊട്ടത്തിയാൾ കേട്ടോലും പൊട്ടത്തിയാളായില്ലേ. അടിയിൽ മരമല്ലാതെ എങ്ങനെയാണ് പൂവുണ്ടാവുമെന്നതിൽ ഓരും ചിന്തിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരം മക്കളെ. പിന്നെ ഉണ്ടല്ലോ ഞമ്മക്കിന്ന് ചായക്ക് കടി പല വകയും പൂളിയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി നമ്മൾ ഇന്നും ഉണ്ടാക്കിക്കണം കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ മക്കളെ നല്ല പൊലിവായിട്ടോ മൈലാഞ്ചി ഇടാൻ. ആ ചോത്ത് ഇങ്ങനെ കണ്ടപ്പോഴേ അപ്പോൾ രണ്ടാമത് പിന്നെ നമ്മൾ ഉണ്ടാക്കിക്കണം കേട്ടോ ഇടാൻ. അപ്പോൾ കാലുമ്മ മൈലാഞ്ചി ഇട്ടുക്കണോ ചോദിച്ചിനി. കാലുമ്മലൊക്കെ ഇട്ടുക്കണം കേട്ടോ. അത് ഇൻഷാ അല്ലാ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇട്ടിട്ടല്ലേ ഉള്ളൂ, ചോന്തേ കാണണ്ടേ. അപ്പോൾ ഇതാക്കണേ നമ്മളെന്താട്ടി കുറച്ച് പലവക ഞാൻ കുറച്ച് എടുത്തൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഉച്ചക്കൊക്കെ ഒക്കെ ആ പൂളിയിലിടണ്ട, കുറച്ച് എടുത്താൽ മതിയല്ലോ. ബാക്കി നമുക്ക് ഞാൻ ഉച്ചക്കൊക്കെ നമുക്ക് ചോറ്റക്ക് കൂട്ടാൻ എന്തെങ്കിലും ഒന്നും വേണ്ടി വരുമല്ലേ. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിക്കണേ. പിന്നെ ഞാൻ നമ്മളെ പൂളൊക്കെ നുറുക്കി വെച്ചിക്കണം കേട്ടോ. അതൊക്കെ നമ്മളെ ചെറുപ്പകാലത്തെ കാര്യം പറഞ്ഞതിൻ്റെ അടിയിൽ പോയി. പിന്നെ ചായക്ക് വെള്ളം വെച്ചപ്പം അതിന് ഞാൻ കുറച്ച് എടുത്തീനി കേട്ടോ, ചൂടുവെള്ളം എടുത്തീനി. അപ്പം ചൂടുവെള്ളം പാരാന്ന് വിചാരിച്ചിക്കണ്ടേ. അപ്പം ഞാനുണ്ടല്ലോ ഈ പലവക തലേന്ന് വെച്ചാണ് കേട്ടോ. തലേന്ന് പലവകക്കലും പൂളക്കലും ഒക്കെ പാടെ നടക്കൂല, നല്ല വേഗുണ്ടാവുമല്ലോ ഈ ഇതിന് പലവകക്ക്. അപ്പോൾ ഞാൻ തലേന്ന് അന്തിക്ക് തന്നെ വെച്ചിട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഞാനതിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന് കേട്ടോ, അതും പാടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. നല്ല രസമാണല്ലോ അല്ലേ നമ്മളെ ഈ ഇറച്ചിയും പൂളിയും വെക്കുന്നത്. എല്ലും പൂളിയും പറയും, പലവകയും പൂളിയും പറയും ഒക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ പലവകയും പൂളിയാണ് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ഒരു താത്ത പറഞ്ഞിരിക്കണേ ഇപ്പോൾ ഒക്കെ സ്വന്തം കാര്യമാണ് പറഞ്ഞത് ശരി തന്നെ മക്കളെ. അന്നൊക്കെ എല്ലാവരും തിന്നോ കുടിച്ചോ എന്നൊക്കെ അന്വേഷിച്ചു. ഇപ്പോൾ ആരാ അന്വേഷിക്കണത്? ഒന്നുമില്ല. ഇപ്പോഴത്തെ മക്കളാണെങ്കിലോ അങ്ങനത്തെ ഒരു കാര്യമല്ല. മക്കൾക്കൊക്കെ ഇപ്പം കളിച്ചണമെന്നോ ഇതാക്കണോ ഒന്നുമില്ല. മക്കൾക്ക് ഇപ്പോൾ ഫോൺ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ടി വി അതിൻ്റെ മുന്നേ തന്നെയാണ് അല്ലേ. ഇപ്പം ഒരിതും ഇല്ല. പിന്നെ ഏതായാലും നമ്മളെന്താട്ടി പലവകയും പൂളിയൊക്കെ വെന്ത് കുത്തി ഉടച്ച് കുറച്ച് വല്ലുള്ളിയും കരിയേപ്പൂട്ട് തൂമിച്ചാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതിക്ക് ഞാൻ കുറച്ച് ഇറച്ചി മസാല ഉണ്ടായിനി, അതും കാടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അതിട്ട് കൊടുത്തൊരു പ്രത്യേക രസമാണ് കേട്ടോ. അതിനും വേണ്ടി ഇട്ട് കൊടുത്താണ്. ഉള്ളി വാടിയിട്ട് നമ്മളെന്താട്ടി ഇനി കുറച്ച് നമുക്ക് നമ്മളെ പൂളിക്കാണ്ട് ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മളെ കുറച്ച് പലവക ഞാൻ എടുത്ത് വെച്ചിരിക്കണമല്ലോ. ഇനി അതിനായിട്ടൊരു ചട്ടിയും കുടുക്കിയെടുക്കാനാവില്ല തൂമിച്ചാനേ. അപ്പോൾ ഇതീ കൂടെ തന്നെയാണ് തൂമിച്ചാൽ ആ ഒരു പണിയും കഞ്ചുമല്ലോ. ഇത് നമുക്ക് ഉച്ചക്കൊക്കെ ചോറ്റക്ക് കൂട്ടാനും കൊടുക്കാം, മറ്റത് നമുക്ക് രാവിലെ ചായയും കുടിച്ചാൽ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മളെ തക്കാളിയും പിന്നെ നമ്മളെ വൈതലങ്ങയും ചെടിയും ഒക്കെ ഒന്ന് നനക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. ഒരു നേരം നനച്ചിട്ടില്ലെങ്കിൽ മക്കളെ ആടിക്കൊയഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലുമാണ്, ഭയങ്കര ചൂടുമാണ് കേട്ടോ. നമുക്ക് തന്നെ എത്ര വെള്ളം കുടിച്ചാലും തികയില്ല. അപ്പോൾ പിന്നെ നമ്മളെ ചെടികളെ കാര്യങ്ങളൊക്കെ പറയണം, പറ്റങ്ങോട്ട് വാടി തളർന്ന മാതിരി ആയിക്കാരം കേട്ടോ. അപ്പോൾ ഞാനിപ്പം അല്ലെങ്കിൽ ഒന്ന് രാവിലെ മാത്രമേ നനക്കലുള്ളൂ, ഇനി വൈകുന്നേരം നനക്കലില്ലേനി കേട്ടോ. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം നനക്കും, 2 നേരം നനച്ചെങ്കിൽ ഇപ്പോൾ നമ്മളെ ചെടിയാണെങ്കിലും തക്കാളിയൊക്കെ ആണെങ്കിലും ഒക്കെ ഉസാറാകുള്ളൂ കേട്ടോ. തക്കാളിൻ്റെ കാര്യമൊന്നും പറയണ്ട, പറ്റ ആടിക്കൊഴിഞ്ഞ് കൊണ്ടേക്കാരം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രസമുണ്ടായിന് കേട്ടോ. നമ്മളെ പൂളിയും പലവകയും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതൊരു രസമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താട്ടിന്ന് അറിയോ, നമുക്ക് ചവിട്ടിയൊക്കെ തിരുമ്പാനായിക്കണം കേട്ടോ. അത് നമ്മളവിടെ നിന്ന് മാറ്റിയിട്ടിക്കണം. ഇനി നമുക്ക് എന്താട്ടണം, പാത്രങ്ങളൊക്കെ മോറാണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുക്കണം. എന്നിട്ട് നമുക്ക് അടിച്ചോരണം, തുടക്കണം, ബാത്റൂമുകളൊക്കെ മോറണം. ഇതൊക്കെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂളില്ലല്ലോ, ഞായറാഴ്ചയല്ലേ. അപ്പോൾ മക്കളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി പറയണ്ട കേട്ടോ, മക്കളുണ്ടായാൽ അവിടെ കളിച്ചിട്ടും ഇവിടെ കളിച്ചിട്ടും അവിടെ മാന്തിയിട്ടും ഇവിടെ മാന്തിയിട്ടും ഇന്ന് നമുക്ക് തൊള്ളക്ക് ഒരടക്കം ഉണ്ടാവില്ല കേട്ടോ. ഓലോട് തുനിയിടുന്ന പണി എന്നെ കരന്ന് അംജദേ സനുവോ മിന്നുട്ടിയെ ഹൻഷേ വിളിച്ചുകൊണ്ട് അങ്ങനെ തുനിയിട്ട് കൊണ്ട് നടക്കണം. സ്കൂളില്ല ഞാൻ അങ്ങനെയാണ്. അങ്ങനെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താട്ടി കുക്കറിലാണ് കേട്ടോ ചോറ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഞാൻ കുക്കറിൽ അരിയിട്ടിക്കണം കേട്ടോ. ഗ്യാസൊക്കെ കത്തിച്ചു നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. വിസിൽ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഓഫാക്കിയിട്ടാൽ നല്ല ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ പടവലങ്ങ ഉണ്ട്. അപ്പം പടവലങ്ങ എന്നാൽ കുടിയെന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ പടവലങ്ങയും പരിപ്പൂട്ട് വെച്ചാൽ നല്ല രസമാണ് മക്കളെ. പക്ഷേ എങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ മക്കൾക്ക് പറ്റുന്നല്ല, ഒരു ചാറ് മക്കൾ കൂട്ടൂല കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ വെറുതെ കാരണം. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, 2 കേങ്ങും ഈ പടവലങ്ങയും വെച്ചിക്കാണ്ട് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതാവുമ്പോൾ നമ്മളെ വലിയ കുട്ടിക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ. ഓന് പിന്നെ അതുണ്ടായ ചാറിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, അതും കുഴച്ച് ഇങ്ങനെ തിന്നു കേട്ടോ. പിന്നെ നമ്മളെ സനുവിനും മിന്നുട്ടിക്കും പലവക ഉണ്ടായതുകൊണ്ട് സനുവിന് കഞ്ഞിക്കാരം മിക്കവാറും, മിന്നുട്ടി ചാറ് പാരൂല, ഓക്കും തന്നെ ഈ പലവകയും കൂട്ടിക്കാണ്ട് തിന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഈ ചാറ് വെച്ചുകാണ്ട് തൊടുവൊക്കെ ചിന്താനും വേണ്ടി എന്തിനാ മക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നാളെ പരിപ്പും ചാറ് വെച്ചത് 2-3 ദിവസം ഞാൻ തന്നെ കൂട്ടിക്കാണ്. ഓൽക്ക് ആർക്കും വേണ്ട, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ചാറ് ഉണ്ടാക്കുന്നത്. പിന്നെ ഭയങ്കര തൃപ്തിയാണ്. എന്തെന്നറിയാം, തക്കാളി കൂട്ടാൻ, ഉള്ളി കൂട്ടാൻ, അതൊക്കെ ആയാൽ ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചാറ് ഉണ്ടാക്കണേക്കാളും നല്ല ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കല്ലേ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചേ, ഇങ്ങനെ 2 കേങ്ങ് കൊടുത്തു, ഈ പടവലങ്ങി ഇട്ടുകാണ്ട് ഒരൊറ്റ അവിയലക്കല്ലേ. അപ്പം കുറച്ച് തോനുണ്ടെങ്കിൽ നമുക്ക് നാളെ എടുക്കാമല്ലോ. അപ്പം അങ്ങനെ അതാക്കണേ. ഞാൻ ചോറൊക്കെ വെന്ത് ഊറ്റിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല ചോറ് തന്നെ ആയിക്കണേ. അപ്പോൾ നമുക്ക് എന്താട്ടാ, ഇത് ഒക്കെ ഇപ്പം ഒന്ന് വെച്ചാലും നാളെക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് കൂട്ടാനുണ്ടാക്കണ്ടല്ലോ. നാളെ നല്ല സുഖമാണ്, നമുക്ക് ഇതുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒന്ന് താളിച്ച് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാക്കണേ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുത്ത് തീമക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈരൊന്നല്ല കേട്ടോ പാരുന്നത്, ഒരു തുള്ളി പുളി പീഞ്ഞ് പാരാന്നാണ് വിചാരിച്ചിരിക്കണേ കേട്ടോ. പുളി പീഞ്ഞ് പാർന്നാലും രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ, കുറച്ച് പുളി അങ്ങോട്ട് പാർന്നിക്കണേ. കൂടുതലാവുമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ തൈരുണ്ടെങ്കിൽ തൈര് പാർന്നോളി. നമ്മൾ തൈരില്ല. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ചൊരു പാക്ക് തൈര് വാങ്ങിയത് അവിടെ ബാക്കിയേക്കാരം. അപ്പോൾ പിന്നെ ഞാൻ തൈര് വാങ്ങിയിട്ടില്ല, പുളിയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ തൈര് പറഞ്ഞാലും രസേക്കാരം, പുളി പറഞ്ഞാലും രസേക്കാരം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ പുളിവെള്ളം പറഞ്ഞിക്കണല്ലോ. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അതങ്ങനെ കടന്ന് വെന്തോളും. വേണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് വെള്ളം പറഞ്ഞോളൂ കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിക്കണേ. പിന്നെ ഞാൻ നമ്മളെ അവിയലുണ്ടാക്കണ മാതിരി തന്നെ കേട്ടോ. അതിക്ക് ഇനി നമുക്ക് പച്ചമുളകും പച്ചമുളകും ഉണ്ട്, കരിയേപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് 2-3 എടുത്തിക്കണം കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നല്ല എരും പുളിയൊക്കെ വേണം. എന്നെങ്കിൽ തിന്നാൽ ഒരു ചാതമുള്ളൂ കേട്ടോ. എരിവില്ലാത്ത സാധനം തിന്നാൽ എന്തൊക്കെയോ ഒരു മാതിരിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നല്ല എരുമാണ് കേട്ടോ. മക്കൾക്കായാലും ഞങ്ങൾക്ക് ഇച്ചും നമ്മളെ പുതിയാപ്പിളക്കാക്കൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം. ഞാൻ അതൊക്കെ ഇട്ട് ഒന്ന് ചതച്ച് വെച്ചിക്കണം കേട്ടോ. മിക്സിയിലല്ല കേട്ടോ, നമ്മളെ ചോപ്പറിലിട്ട് കണ്ടാണ് ഇന്ന് ചതച്ചിക്കണത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് നോക്കുകയാണ് കേട്ടോ വെന്തിക്കണോ എന്നുള്ളത്. അപ്പോൾ വെന്തിട്ടില്ല. അപ്പം അതവിടെ കടന്ന് വേഗട്ടെ. പിന്നെ ഞാൻ കുറച്ച് തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ചാറൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും നല്ലത് ഇങ്ങനത്തെ ഈ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാണ് ചോറ് വെച്ചാനാണ് കേട്ടോ തൃപ്പതി. അപ്പോൾ ചാറ് ഉണ്ടാക്കിയ വൃത്തിയാണ് മക്കളെ, അതുകൊണ്ടാണ് ചാറ് ഉണ്ടാക്കാത്തത്. ഇതായാൽ പള്ളറച്ച് ചോറ് വെച്ചാൽ ഈ ഒരു തക്കാളി കൂട്ടാനോ അല്ലെങ്കിൽ ഉള്ളിക്കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ പൊതിച്ചോറിലിട്ട് കണ്ട് തിന്നാൽ എന്തോ രസീക്കാരം. അപ്പോൾ ഒരു ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാനിതാക്കണേ, നമ്മളെ തക്കാളി കൂട്ടാൻ റെഡിയാക്കി എടുത്തേക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്നുകൂടി മൂടി വെച്ചിക്കാണ്ട് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ തക്കാളി കൂട്ടാനൊക്കെ വെന്ത് ഇതായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇങ്ങോട്ട് തന്നെ മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തക്കാളി കൂട്ടാൻ റെഡി ആയിക്കണം, അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ചതച്ച് വെച്ച തേങ്ങ ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അയക്കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടി അയക്കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കുക. ഒന്ന് ആവി കൊണ്ടിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കട്ടെ. നമ്മൾ അവിയൽ വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, ആവിയൊക്കെ കയറിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളാ മുളകിൻ്റെ എരും ആ തേങ്ങൻ്റെ ഇതൊക്കെ നമ്മളെ മറ്റേ എല്ലാ സാധനത്തുമൊക്കെ പിടിച്ചണ്ടേ, അതിനും വേണ്ടി ഒന്ന് ഒക്കെ ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയാണ് പാർന്ന് കഴിഞ്ഞാൽ സെറ്റായി. നമ്മൾ ഇനി കരിയേപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കരിയേപ്പ് നമ്മളെ ചതച്ചി കൂടെ ഇട്ടിക്കണമല്ലോ, ഇനി അതിൻ്റെ ആവശ്യമല്ല. അപ്പം അങ്ങനെ അതും ഇട്ട് ഇനി ആ വെളിച്ചെണ്ണയും പാടെ എല്ലാ ഭാഗത്തു കൂടി ആണല്ലോ, അങ്ങനെ അതും കൂടിയും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ അവിയൽ റെഡിയായി. കേങ്ങും പടവലങ്ങിയിട്ട് നല്ല രസമല്ല കേട്ടോ. രസമല്ലതേ ഇനി ഇട്ടോ, നമ്മളെ ഇത് പറയുമ്പോൾ തെറ്റാണ്, രസമല്ലേനി നിങ്ങൾ കരുതും. പക്ഷേ നല്ല രസം ഉണ്ടായിന് കേട്ടോ. നമ്മളെ രസം ഉണ്ടായിനി എന്നാണ് പറഞ്ഞത്.
അത് നമ്മളെ തക്കാളി കൂട്ടാൻ നല്ല അടിപൊളി വന്നിക്കണേ. ഇതും കൂട്ടി ചോറ് കഴിച്ചാൽ പിന്നെ ഒരു ചാറിൻ്റെ ആവശ്യമല്ല, ഇതന്നെ മതി. പിന്നെ നമ്മൾ പലവക രാവിലെ തോമിച്ച് വെച്ചാലേ അതൊന്ന് ചൂടാക്കിയെടുത്തും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ സനുട്ടൻ ഇതാക്കണേ ചോറ് കൊടുത്തപ്പോൾ പറഞ്ഞ് കഞ്ഞി മതിയായിരുന്നു. അപ്പോൾ ഓന് കഞ്ഞിയും പലവകയും കൊടുത്തു, മിന്നുട്ടിക്ക് ചോറും പലവകയും കൊടുത്തു. തക്കാളി കൂട്ടാനും അവയിലും തൊട്ടൊക്കിയില്ല കേട്ടോ. അത് ഞാനും എൻ്റെ വലിയ കുട്ടി മാത്രം തിന്നണം. അതുകൊണ്ട് തന്നെ ഇച്ച് നാളെയും കൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ വയസ്സ് ചോദിച്ചിനി കേട്ടോ എത്രയാണെന്നുള്ളത്. വയസ്സ് പറയാൻ പറ്റൂല എന്നെയാളെ, വയസ്സ് പറഞ്ഞാൽ ആയുസ് പറയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ.